ഹലോ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒന്ന് ടൗണിൽ പോകാനുണ്ട് കേട്ടോ. നാളെ നബിദിനമൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് അച്ചുവിന് ഡ്രസ്സൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആവാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അച്ചുവിനോട് ചോദിച്ചപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് മുട്ട പുഴുങ്ങിയതും പാലും മാത്രം മതി, വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടോ. പിന്നെ അനൂക്ക അനൂക്ക ഓട്ടം പോയതുകൊണ്ട് നമ്മൾ രണ്ടാളും ഉള്ളൂ. അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ടൗണിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങാനിട്ട് ഒന്ന് രണ്ട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ ഞാൻ എന്താക്കി അപ്പോഴേക്കും പാലടുപ്പത്ത് വെച്ചിരുന്നു. പാലൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ അച്ചുവിന് പാല് മാറ്റി എനിക്ക് ചായ മതി എന്ന് വിചാരിച്ചു. എനിക്ക് പാല് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ അച്ചുവിന് പാല് കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് എനിക്ക് ചായക്ക് വേണ്ടിയിട്ട് ബാക്കി ഞാൻ വെച്ചു അവിടെ തന്നെ. അങ്ങനെ പിന്നെ അത് കുറച്ച് കത്തിച്ചു. ഭയങ്കര കട്ടി ഉണ്ടായിരുന്നു പാൽ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചായക്ക് വേണ്ടിയിട്ട്, എനിക്ക് അത്രയും കട്ടി വേണ്ട, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും തിളപ്പിക്കാൻ വെച്ച് അതിൽ പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അത് വെച്ചിട്ടോ. പിന്നെ മുട്ട ചെറിയ തീയിൽ വെച്ച് ഞാൻ ആദ്യം പുട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചതാണ്. ഇവൻ പിന്നെ സമ്മതിക്കുന്നില്ല. ഇവന് മുട്ട മതി എന്നൊക്കെ പറയലൊക്കെ പറയും, പക്ഷെ കഴിക്കൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലത്തെ പിന്നെ മുട്ടേൻ്റെ ഉള്ളിലത്തെ മഞ്ഞൊന്നും ഇവന് തീരെ ഇഷ്ടമല്ല. എന്നാലും പറഞ്ഞതല്ലേ വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ അതൊക്കെ ആവുന്ന സമയം കൊണ്ട് ഞാൻ എന്താക്കി, അപ്പോഴേക്കും ചായ ആയിരുന്നു കേട്ടോ. അത് ഓഫാക്കിയിട്ട് പിന്നെ ഞാൻ അനൂക്കാനൊന്ന് വിളിച്ചു നോക്കി. അനൂക്കാനെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ അവിടേക്കൊന്ന് അടിച്ചു വാരി ഇട്ടു കേട്ടോ. അടുക്കള ഹാളൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരിക. വലിയ പൊടി അഴുക്കൊന്നും ആവലില്ല. പിന്നെ ഹാളിലുണ്ടാവും അത്യാവശ്യം. ഇവൻ അവിടെ ഇരുന്ന് കളിക്കുന്നതുകൊണ്ട് ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ വാഷ് ബേസിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇറ്റുന്നതുകൊണ്ട് അവിടെ ഒരു ബക്കറ്റ് വെക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ അവിടെയാണ് ഞാൻ വേസ്റ്റൊക്കെ ഇടുന്നത്. എന്നിട്ട് ഒന്നായിട്ട് കൊണ്ടുപോയി കളയലാണ്. അപ്പോഴേക്കും അച്ചു സോഫയിലൊക്കെ എന്തൊക്കെയോ പൊടിയും പിന്നെ എന്താ പറയുക കടലാസൊക്കെ വെച്ച് പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹാൾ അടിച്ചു വരണം. പിന്നെ ഞാൻ പുറത്ത് ജസ്റ്റ് വാതിലൊക്കെ തുറന്നൊന്ന് നോക്കിയപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള എൻ്റെ പണി എനിക്ക് മനസ്സിലായത്. ഫുള്ള് രാത്രി മുറ്റത്ത് ലൈറ്റിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ മഴപ്പാറ്റ വന്നിട്ട് ഫുള്ള് അവിടെയൊക്കെ മഴപ്പാറ്റ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് മഴപ്പാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇറുമ്പാകും. അങ്ങനെ മൊത്തത്തിൽ സിറ്റ് ഔട്ട് നിറച്ച് ഇറുമ്പായിരുന്നു. ഒരു സൈസ് കറുപ്പ് ഇറുമ്പ് കേട്ടോ, കടിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ ഒന്ന് കൊട്ടി വിരിച്ച് അവിടെ തന്നെ വെള്ളം വീഴുന്നതുകൊണ്ട് ആ വെള്ളം വെച്ച് അവിടേക്കൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ അതിനുള്ള പരിപാടികൾ തുടങ്ങി കേട്ടോ. ഞാൻ ചവിട്ടിയൊക്കെ എടുത്ത് പുറത്തെ റൂമിലോട്ടിട്ട് പിന്നെ ഈ കുട പുറത്ത് തന്നെ വെക്കുന്നതാണ്. പെട്ടെന്ന് ഇറങ്ങാൻ നേരത്ത് കുട തപ്പി നടക്കാൻ പറ്റാത്തതുകൊണ്ട് വരുമ്പം വെള്ളം അവിടെ നിന്ന് തന്നെ ചോരട്ടെ പറഞ്ഞിട്ട് അവിടെ വെക്കുന്നത്. അങ്ങനെ ഞാൻ ചൂലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അടിച്ചു വാരി. ഒരു വലിയ ചൂലുണ്ടായിരുന്നു കേട്ടോ. അത് അപ്പുറത്ത് മഴയത്ത് കിടക്കുന്നതുകൊണ്ട് അത് എടുക്കാനുള്ളൊരു അറപ്പ് കൊണ്ട് ഞാൻ പിന്നെ ചെറിയ ചൂലിനെ വെച്ചിട്ട് ഇതാക്കി. എനിക്ക് ഈ മഴയത്ത് പുറത്തിറങ്ങാന്നുള്ളത് ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ വേഗം അവിടേക്ക് അടിച്ചു വരി. ഇനി അടിച്ചു വരിയില്ലെങ്കിൽ ആ ഉറുമ്പ് ഫുള്ള് കൂടും. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ വെള്ളം വെച്ച് കഴുകി വൃത്തിയാക്കി അവിടെ ഉണ്ടായിരുന്ന മഴപ്പാറ്റേനെയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഉണങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം എന്താക്കി ചവിട്ടിയെടുത്തിട്ട് അവിടെ ഇട്ട്. എന്തായാലും അവിടെ നനയുന്ന പിന്നെ ഉണങ്ങാൻ കാത്തുന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി. ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് തോലൊക്കെ മറ്റേ എന്താ പറയുക തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഓനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും ഓൻ എന്തൊക്കെയോ പരിപാടി കേട്ടോ അവിടെ. ഞാനിങ്ങനെ ഓനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എവിടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊടുക്കുക എന്നല്ലാതെ ഓൻ കേൾക്കുകയൊന്നുമില്ല. എണീറ്റത് തന്നെ കുറച്ച് നേരം വൈകി. 11:30 ആകുമ്പോഴേക്കും ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ വേറെ പണിയൊന്നുമില്ല. ഈ ചായ കുടിക്കലും ഈ അങ്ങനത്തെ ഒരുങ്ങലും അങ്ങനത്തെ പണിയേ ഉള്ളൂ. അപ്പോൾ അപ്പോഴേക്കും അത് കൊണ്ടുപോയി വെച്ച് അങ്ങനെ ഞാൻ എന്താക്കി ഓനിക്കുള്ള ഇത് എടുത്ത് വെച്ചതിൻ്റെ ശേഷം അവനോട് കൈ കഴുകാൻ വേണ്ടി പറഞ്ഞതാട്ടോ. അതിന് വേണ്ടിയിട്ട് ഓടിച്ചാടി പോയത് കൈ കഴുകാൻ. അങ്ങനെ ആ പൈപ്പ് തുറന്നിട്ട് അപ്പോൾ പിന്നെ ഞാനത് പൂട്ടാൻ വേണ്ടി പോയി. പിന്നെയും വലിയ കാര്യത്തിൽ മുട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് തിന്നിട്ട് ബാക്കി അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ തലേന്ന് അലക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ ഉണക്കി വെച്ചിരുന്നു. അത് ഞാൻ തലേന്ന് അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഉണക്കി വെച്ചാൽ പിറ്റേന്ന് രാവിലെ എടുത്തിടും കേട്ടോ. ഉണങ്ങുന്നുണ്ടായിരുന്നില്ല ഒന്നും. കുറേ അകത്തിട്ടിട്ടുണ്ട്. ഇവിടെ പുറത്തെ റൂമിലാണ് ഞാൻ ആറിയിടുന്നത്. പുറത്തെ റൂമിൽ ആറിയിട്ട് കഴിഞ്ഞ് അതുകൊണ്ടൊന്ന് ഉള്ളിലും കുറച്ച് ദിവസമൊക്കെ ഇട്ട് കഴിയുമ്പോഴാട്ടോ ഓരോന്ന് ഉണങ്ങി കിട്ടുക.
അത്രയ്ക്ക് പാടാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വാഷിംഗ് മെഷീനിൽ ഉണക്കി കഴിഞ്ഞാൽ ഇത്രയും പാട്. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. വാഷിംഗ് മെഷീനൊന്നും ഇല്ലാതെ പുറത്തുനിന്ന് തന്നെ അലക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴേക്കും ഞാൻ കുളിക്കാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടോ, ജസ്റ്റ് ഒന്ന് ചൂട് ആവേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.